ഗൈസ് ഇതാണ് എൻ്റെ വീട്. ഫസ്റ്റ് എൻ്റെ വീട് തന്നെ കാണിക്കാമെന്ന് വെച്ച് ഇതാണ്ട് ചെറിയൊരു വാർത്ത വീടാണ്. വീടിൻ്റെ അകത്തെ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് കയറി വരുന്ന ഹാള്. ആ സൈഡിൽ തന്നെ റൂമുണ്ട്. അവിടെയാണ് നമ്മൾ ദൈവത്തിനെയൊക്കെ പൂജിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. രണ്ടാമത്തെ റൂം ഇത് ബാത്റൂമായിട്ട് കെട്ടി വെച്ചതാണ്. പക്ഷെ പണി കിടക്കത്തുണ്ട്. അച്ഛൻ്റെ പണി സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു അടുക്കള. ഞാൻ മീൻ പൊരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ വിചാരിച്ച് വീഡിയോ വീട് കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് മൂന്നാമത്തെ റൂം. അവിടെ അമ്മ കിടക്കും. പിന്നെ ഇതൊക്കെ വിറകും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് ജിങ് അയ്യോ. അപ്പോൾ തുടക്കത്തിൽ ഞാൻ എൻ്റെ വീട് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് പനി പിടിച്ച് കഴിച്ചു. നല്ല ജലദോഷം. ഇന്നലെ ഞാൻ വീഡിയോ കുറച്ച് എടുത്ത് വെച്ചതാണ്. അപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നപ്പം മൊത്തത്തിൽ എല്ലാം കൂടെ പ്രാന്തായതുകൊണ്ട് ഞാൻ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്തപ്പം പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പം രാവിലെ കുളിച്ചില്ല. രാവിലെ പുറം കഴുകി. അപ്പം നല്ല തുമ്മലും മൂക്കൊലിപ്പും കാരണം അമ്മ പറഞ്ഞു നീ ഇന്നെങ്കിലും പറയുന്ന കേൾക്കുന്നു രാവിലെ കുളിക്കേണ്ട, തണുപ്പല്ലേ, മേല് കഴുകിയാൽ മതി, ജലദോഷമാണെങ്കിൽ കുളിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞ് രാവിലെ കുളിക്കാതിരിക്കുമ്പോൾ നല്ല തലവേദന എന്ന് വെച്ചാൽ നല്ല തലവേദനയാണ്. കുളിച്ചില്ല. മേല് കഴുകി ഗുളിക കഴിച്ചില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളികയൊക്കെയാണ് തന്നത്. പ്രത്യേകിച്ചുള്ള ഗുളിക കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. 2 ഗുളിക തന്നു. ഞാനത് കഴിച്ചതുമില്ല. അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ജലദോഷത്തിൻ്റെ ഗുളിക അവർ തന്നിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഗുളിക കഴിക്കാനും പോയില്ല. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ചാള മീൻ പൊരിക്കുന്നു ഗായ്സ്. അപ്പുറത്തടുപ്പിൽ ഇതാ മീൻകറി വേവുന്നുണ്ട്. മീൻകറി കാണാൻ പറ്റുന്നുണ്ടോ? അതെ, വലിയ പണക്കാരൻ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു അടുക്കളയാണ്. ചെറിയൊരു വീടാണ്. അപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ യൂട്യൂബിൽ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് നിങ്ങളെ ഫസ്റ്റിൽ എൻ്റെ വീട് കാണിക്കാമെന്ന് വെച്ചത്. മൊത്തത്തിൽ ഫുൾ വീഡിയോ കാണിച്ചില്ലല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം എന്തെങ്കിലും പോരായ്മയൊക്കെ കാണാതിരിക്കത്തില്ല. അപ്പം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. തെറി വിളിക്കരുതാരും. ഇത് ഞങ്ങൾ ഓണത്തിന് മേടിച്ച ടേബിളാണ് കേട്ടോ. വേണ്ടേ, ഇത് ഞങ്ങൾ ഓണത്തിന് മേടിച്ച ടേബിളാണ്. നമ്മൾ ഇത്രയും കൊല്ലം ഓണത്തിനൊക്കെ തറയിലിരുന്ന ചോറ് കഴിക്കുന്നത്. തറയിരിക്കുന്നതിന് മോശമായിട്ട് പറയല്ല. ആ സമയത്തൊക്കെ ഞാനും എൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ടേബിൾ മേടിക്കാൻ. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാ മണിക്കുട്ടി നമ്മളിങ്ങനെ മേടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു അമ്മ മേടിക്കാൻ പറ്റിയ സമയമുണ്ട്. അങ്ങനെ ഈ ഓണത്തിന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഒരു ടേബിൾ ഇങ്ങനെ മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്കാണോ മേടിച്ചതെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഓടി ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പം അമ്മയ്ക്ക് ബോണസ് കിട്ടിയ പൈസയ്ക്കാണ് പാവം ഇങ്ങനെ ഒരു ടേബിൾ മേടിക്കുന്നത്. കസാരയൊക്കെ ഉണ്ട്. കസാരയൊക്കെ അത് ആ റൂമിൽ കിടക്കുകയാണ്. എല്ലാം ബാലാകോല ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും ഒതുക്കി പറക്കിയൊന്നുമില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് പൊടി അടിക്കുമ്പോൾ നല്ല തുമ്മൽ. ഞാനതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അപ്പം കറി വെച്ചിട്ട് ഗുളികയും കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം എന്താ പറയുക, പൈനാപ്പിൾ ഞാൻ കുറച്ച് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതൊന്ന് കഴിച്ചിട്ട് ഗുളിക കഴിക്കണം. കഞ്ഞി കുടിച്ചിട്ടാണ് സാധാരണ കഴിക്കുന്നത്. ഞാൻ പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിച്ചിട്ട് ഗൈസ്. അപ്പം പനി പിടിച്ചെന്ന് ഉറപ്പായി. കാരണം നല്ല വയ്യ എനിക്ക്. ഇപ്പം ഞാനൊരു പാരസെറ്റമോളിൻ്റെ ഗുളിക കഴിച്ച് ഇതായിപ്പം പൈനാപ്പിൾ ഉപ്പും മുളക് പൊടി ഇട്ടതാ ഇങ്ങനെ ഇരുന്ന് തിന്നെ. അപ്പം കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. കറി അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ കറി സെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഒന്ന് കിടക്കാൻ. ഇന്നലെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് കാലാവസ്ഥയുടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം മെനഞ്ഞാന്ന് രാത്രി ഞാൻ വൈകിട്ട് കുളിച്ചിട്ട് മുടി തോന്നില്ലായിരുന്നു. നല്ല നനവുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എണ്ണ കാച്ചി എണ്ണ തലയിലൊക്കെ വാരി തേച്ച് മുടിയും വാരി പിടിച്ച് കിട്ടി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നൊരു അന്ന് രാത്രി എനിക്ക് നല്ലൊരു മൂക്കടപ്പുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാനിത് കാര്യമാക്കിയില്ല. ഇപ്പം ഇന്നലെ രാവിലെ ആയപ്പോൾ ചെറുതായിട്ട് തുമ്മലടിച്ചു തുടങ്ങി. പിന്നെ അപ്പോഴേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. വൈകിട്ട് പോയപ്പോഴിങ്ങനെ പറഞ്ഞു. അപ്പം അയാൾ തന്നതൊരു പാരസെറ്റമോളിൻ്റെ ഗുളികയും ഒരു ജലദോഷത്തിൻ്റെ ഗുളികയെ തന്നോളൂ. പക്ഷേ സാധാരണ എനിക്ക് ജലദോഷത്തിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ നോക്കിയാവുന്നതാണ്. അതില്ല റൗണ്ട് കുഞ്ഞൊരു ഗുളികയുണ്ട്. അത് കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നങ്ങ് മാറും. പക്ഷേ ഇത് മാറുന്നൊന്നുമില്ല. എനിക്കങ്ങ് തുമ്മലും മൂക്കടപ്പും നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. എൻ്റെ മുഖം കാണുമ്പോൾ അറിയാമല്ലോ എനിക്ക് വയ്യ. നല്ല ചെറുതായിട്ട് ചൂടുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്താ പറയുക,
എല്ലാവരും എൻ്റെ വീഡിയോ അല്ല എൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കയറി കാണണേ, കാണാതിരിക്കല്ലേ. എന്താ പറയുക, എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിതൊന്ന് കഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കട്ടെ, എനിക്ക് നല്ല വയ്യ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വയ്യെന്ന് പറഞ്ഞ് കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് യൂട്യൂബിൽ ഇടാൻ വീഡിയോ എടുത്തില്ലെന്ന്. യൂട്യൂബിൽ ഇൻസ്റ്റയിൽ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തില്ല. അവന് അങ്ങനെ പെട്ടെന്ന് ടീഷർട്ടൊക്കെ അത് തന്നെ, മുടി ജസ്റ്റ് ഒന്ന് കെട്ടി ഒരു പൊട്ട് വെച്ച് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട്, വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ഒരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ട്, ഇതാണ് സാധനം. സംഭവം കൊള്ളാം, പൊളി സാധനം കേട്ടോ. അത് ഓപ്പൺ ആക്കാനൊക്കെ പറ്റുമേ. നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താതെ വെച്ച്. ടെൻറ്റഡാൻ, നല്ലൊരു ലിപ്സ്റ്റിക്ക് കേട്ടോ. അതാണ്ട് ലവ് ചിഹ്നത്തിൻ്റെ ടൈപ്പ്. അത് നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ചുണ്ടിൽ അങ്ങനെ ആയിക്കോളും. എൻ്റെ അമ്മ പറയണേ ഈ പെണ്ണിന് തലയ്ക്ക് എന്തോ അസുഖമൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ അടയാത്തേ? അടയാൻ പറ്റും. ഇതാണ് എൻ്റെ കുട്ടന്മാരും കുട്ടത്തികളും കണ്ടേ. ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു റൂം മാത്രമേ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുള്ളൂ. കണ്ടോ, ഇവിടെയാണ് ഞാനും എൻ്റെ അമ്മയും കിടക്കുന്നത്. ഈ റൂം മാത്രമേ നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ളൂ. ബാക്കിയൊന്നും വൃത്തിയാക്കിയിട്ടില്ല, ജോലിയൊക്കെ ഒതുങ്ങി. ഞാനപ്പം അന്നേരം വിചാരിച്ച്, ഞാൻ മുടി ഇങ്ങനെ ഇവിടെ വെച്ച് കെട്ടുന്നതാണ്, മുടി പിരുത്തി വിടുന്നതാണ് കൊള്ളാവുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെയാണ് ഞാൻ മുടി കിട്ടുന്നത്. വീട്ടിരിക്കുന്ന കുറേ വേഷത്തിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ കാണിച്ചു തരാനുണ്ടല്ലോ എനിക്ക്. എൻ്റെ അമ്മയ്ക്ക് ഫോൺ നേരെ നിൽക്കട്ടെ. അമ്മയ്ക്ക് ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്ത ഒരു ഗിഫ്റ്റ് ഈ ഒരു കോഡ് സെറ്റാണ്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്ക വീഡിയോയിലും ഞാൻ എൻ്റെ അമ്മയുടെ ടോപ്പാണ് ഇടുന്നത്. ഈ ഒരു ടോപ്പും ഞാൻ ഇടാൻ ചാൻസ് കൂടുതലാണ്. താണ്ടേ കോഡ് സെറ്റ്, സെയിം പാൻറ്റും ഇതിൻ്റെ കൂടെയുള്ള സെയിം പാൻറ്റാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. പക്ഷെ അത് ഷേപ്പ് പിടിച്ചിട്ട് ഞാൻ സുന്ദരിയല്ലേ ഗൈസ്. മിക്കതിലും അമ്മയുടെ ടോപ്പൊക്കെ എടുത്തിരുന്നേ. അമ്മയ്ക്ക് കിട്ടിയ വേറൊരു ചേച്ചി തന്നെയാണ്. അമ്മ അങ്ങോട്ടൊരു ടോപ്പും പാൻറ്റും മേടിച്ചു കൊടുത്ത്, അമ്മയ്ക്ക് വേറൊരു ചേച്ചി ഈ ഒരു ടോപ്പ് മേടിച്ചു കൊടുത്ത്. എന്താ പറയുക, എനിക്കൊരു ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്. അത് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട. അപ്പോൾ മുടിയൊക്കെ കിട്ടിയിരിക്കും ഗൈസ്. പിന്നെന്താ, ഇപ്പം എന്നെ കാണാൻ സുന്ദരിയായിട്ടില്ലേ? എന്താ പറയാ, ഇനി ഇത് ചോറ് കഴിച്ച് കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് കാണാം. അമ്മ വന്ന, അമ്മ ഹായ് പറഞ്ഞ. അമ്മ ഹായ് പറ. ചോറക്കില്ല, ഇത് മൂത്തേമ്മ ഗൈസ്, ഇത് മൂത്തേമ്മ. അപ്പം എന്താ പറയാ, അമ്മ വന്ന് ജലദോഷത്തിൻ്റെ ഗുളിക മേടിച്ചുകൊണ്ട് കിട്ടിയ ഗുളിക മേടിച്ചു കൊടുത്തത്. നല്ല മൂക്കൊലിപ്പുണ്ട്. ഗുളിയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഈ ജലദോഷത്തിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കം വരും. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, എന്തിനാണ് ഞാൻ കുറച്ച് ദിവസം ഞാനൊരു ലോങ് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് കമൻ്റൊക്കെ വന്ന്. സത്യത്തിൽ ഞാൻ ആ കമൻ്റ് ഒന്നും നോക്കാൻ പോയില്ല, ഉള്ളത് പറയാമല്ലോ. കമൻ്റ് കണ്ടില്ല, നോക്കാനും സമയം കിട്ടിയില്ല. അപ്പം ഇന്നത്തെ ആരൊക്കെ ഇട്ടിരിക്കുന്നു, വ്യൂസൊക്കെ കുറവാണ് ഒന്നും പറഞ്ഞ് വീഡിയോ നിർത്തരുത്, ഒരിക്കലും ഇല്ല. താങ്ക് യു സോ മച്ച്. ഒരാൾ കാണുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര സന്തോഷമാണ്. സത്യം പറയല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഒരാളെങ്കിലും വീഡിയോ കാണുന്നു. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം എല്ലാവരോടും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, സപ്പോർട്ട് ചെയ്യാൻ പറയണം. കൂടെ എന്നും ഉണ്ടാവണം, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയാം. എൻ്റെ കറക്റ്റ് സ്ഥലം കൊല്ലം പരവൂർ ഞാറോടുള്ളതാണ്. ഞാൻ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. പഠിക്കുന്നത് പഠിത്തം ഒരു ഇതൊന്നും ആയിട്ടില്ല. ഞാൻ പാതി വഴി വെച്ചൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ആർമിയിലോട്ട് കയറാനാണ് നല്ല താല്പര്യം, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഞാൻ കുഞ്ഞിലേ തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആർമിയിൽ കയറണമെന്ന്. അതിൻ്റെ ഒരു പടി ചവിട്ടിയിട്ട് പറ്റുന്നില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം കിട്ടുകയാണെങ്കിൽ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ആർമിയിൽ. അപ്പം അതിൻ്റെ ഒരു ട്രെയിനിങ് നടക്കുകയാണ് നമുക്ക് അറിയാമല്ലോ, നല്ല ഭയങ്കര വലിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ഔട്ടാക്കി കളഞ്ഞാൽ തീർന്ന് ഇതിലേക്ക് പോകും. അപ്പം
ആർമി ട്രെയിനിങ്ങിലാണ് ഞാൻ. പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പോവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും ജോബിന് വേണ്ടി നീ നോക്കാം. പക്ഷേ എനിക്ക് വേറെ ജോലിയിലോട്ട് എനിക്ക് ഒട്ടും സത്യം പറഞ്ഞ് തീരെ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ വീഡിയോ നിർത്തരുതെന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല. ഇനി ഞാൻ ആര് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആര് എന്ത് പറഞ്ഞാലും ശരി തന്നെ യൂട്യൂബിലെ വീഡിയോ നിർത്താൻ എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് വരെ ഞാൻ ആ വീഡിയോ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒരു വീഡിയോ ഞാൻ ചെയ്ത് ഇടുമെന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തരാണ്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ധൈര്യത്തോടെ പറയുന്നത് ഞാൻ വീഡിയോ ചെയ്ത് ഇടാമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ ഫ്രണ്ട്സിനോട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയാം, സബ് ചെയ്യാൻ പറയാം. അപ്പം എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറയാം. അപ്പം നിങ്ങളെൻ്റെ വീടും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ കഴിച്ചിരിക്കണം, ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ സുഖമായിട്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, താങ്ക് യു സോ മച്ച് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ വിട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ ലവ് യു.